സാധാരണഗതിയിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീ നാട്ടുകാർക്കാണ് ഏറ്റവും അധികം ബാധ്യതയാവാറുള്ളത്, വീട്ടുകാർക്ക് ആയില്ലെങ്കിലും. പലപ്പോഴും വിവാഹമോചനം എന്നാൽ ജീവിതത്തിന്റെ അവസാനമാണെന്നും അതൊരു ഫുൾ സ്റ്റോപ്പ് ആണെന്നും വിചാരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. ഇന്നത്തെ കാലത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിവോഴ്സിന് ശേഷം ജീവിതം തിരികെ പിടിച്ച പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അതിജീവിച്ചവരൊക്കെ രണ്ടാമത് ഒരു ജീവിതം ആരംഭിച്ചവരുമുണ്ട്. ഭൂരിപക്ഷമുള്ള ഡിവോഴ്സികളും ഇനി ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ജീവിതത്തിൽ എപ്പോഴും റീടേക്കുകൾ ഉണ്ട്. മനസ്സൊന്ന് കൈവിട്ടു പോയാലും പിടിച്ചെടുക്കാനാവുന്ന ഒന്നാണ് ജീവിതം എന്നതാണ് അതിന്റെ സൗന്ദര്യം തന്നെ. ഞാൻ ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അർച്ചന കവിയാണ്. അർച്ചന കവിയുടെ വിവാഹമാണ്. നീലത്താമരയുടെ മലയാളികളുടെ കുഞ്ഞുമാളുവായി എത്തിയ നടിയാണ് അർച്ചന കവി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഐഡന്റിറ്റി എന്ന ടൊവിനോ സിനിമയിലൂടെയാണ് അർച്ചന കവി വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഈ സിനിമയുടെ പ്രൊമോഷന് വന്ന സമയത്താണ് അർച്ചന കവി തന്റെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ സുഹൃത്തായിരുന്ന അബീഷ് മാത്യു ആയിരുന്നു അർച്ചനയുടെ ഭർത്താവ്. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേയുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ വിവാഹം എന്നത് വ്യത്യസ്തമാണ്. ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ആളെ മനസ്സിലാകുന്നത്. അദ്ദേഹമോ ഞാനോ മോശപ്പെട്ട വ്യക്തികളല്ല. ഫ്രണ്ട്സായി നിന്നാൽ മതിയായിരുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പിരിയാൻ കാരണം അത് വ്യക്തിപരമാണ്. അത് പൊതുവേദിയിൽ പറയാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. എന്തോ കാരണം കൊണ്ട് ഒന്നിച്ചുള്ള ജീവിതം വർക്കൗട്ട് ആയില്ല. എനിക്ക് കിട്ടിയ നല്ലൊരു വിവാഹവും നല്ലൊരു ഡിവോഴ്സുമായിരുന്നു. അത് അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. പരസ്പരം പഴിചാരാനോ ചീത്ത പറയാനോ പോയിട്ടില്ല. അവൻ വേറെ കെട്ടിപ്പോയി. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അതിനിടയിൽ എന്തിനാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ എന്നാണ് അർച്ചന കവി അന്ന് പറഞ്ഞത്. 10 വർഷത്തെ ഇടവേളയിൽ ഡിവോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നുവെന്നും നടി തുറന്നു പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് അർച്ചന അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒന്നുമില്ലാതെ രമ്യമായാണ് ഇവർ വിവാഹം പിരിയുന്നത് തന്നെ. നല്ല വിവാഹവും നല്ല വിവാഹമോചനവും ആയിരുന്നു എന്ന് അർച്ചന ആവർത്തിക്കുന്നുണ്ട്. അതായത് കുടുംബജീവിതത്തിലേക്ക് വന്ന സമയത്ത് രണ്ട് വ്യക്തികൾ ചേർന്നപ്പോൾ അത് ശരിയായില്ല. അതുകൊണ്ട് കൈകൊടുത്ത് സമാധാനത്തോടു കൂടി പിരിഞ്ഞു. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിവാഹവും കഴിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് അർച്ചന അന്ന് പറഞ്ഞത്. അർച്ചന ഈ കാര്യം പുറത്തു പറഞ്ഞതിന് ശേഷവും അർച്ചനയെ ജഡ്ജ് ചെയ്തുകൊണ്ടൊക്കെ നിരവധി ആളുകൾ കമന്റ് ബോക്സിലും ഒക്കെ അവരുടെ വീരസാഹസിക കഥകളും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കേവലം മോശപ്പെട്ടൊരു സ്ത്രീയാക്കിയും ഒക്കെ ചിത്രീകരിച്ചെങ്കിലും പക്ഷെ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിവാഹമോചനം എന്നാൽ ജീവിതത്തിന്റെ അവസാനമാണെന്ന് പറയുന്ന പൊതുസമൂഹത്തോട് അന്ന് അർച്ചന ധൈര്യത്തോടു കൂടി തന്നെയാണ് താൻ ഡിവോഴ്സിയാണെന്ന് വിളിച്ചു പറഞ്ഞത്. വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ചുമെല്ലാം മടി കൂടാതെ അർച്ചന വീണ്ടും പലപ്പോഴായി സംസാരിച്ചു. ഇപ്പോഴിതാ അർച്ചന കവി വീണ്ടും വിവാഹിതയായിരിക്കുകയാണ്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട റിക്കിനെയാണ് അർച്ചന വിവാഹം കഴിച്ചിരിക്കുന്നത്. വെറുതെ ടൈം പാസിന് മിണ്ടാമെന്ന് കരുതിയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ കണക്ട് ആവുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്തോ ഒരു ശക്തി തങ്ങളെ ഒരുമിപ്പിക്കുന്നത് പോലെ ആയിരുന്നുവെന്നാണ് ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അർച്ചന പറയുന്നത്. റിക്കിന്റെ ആദ്യത്തെ വിവാഹമാണ്, എന്റേത് രണ്ടാം കെട്ടും. നമ്മുടെ സമൂഹം എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അവന്റെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ വളരെ സ്വീറ്റ് ആണ്. എന്തുകൊണ്ട് റിക്ക് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അവനെ വളർത്തിയ നല്ല രണ്ട് വ്യക്തികളായതുകൊണ്ടാണെന്നാണ് അർച്ചന പറയുന്നത്. ധന്യവർമ്മയാണ് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞ വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. എന്റെ പ്രിയപ്പെട്ടവൾ വിവാഹിതയായി എന്ന കുറിപ്പോടെയാണ് അർച്ചനയുടെയും റിക്കിന്റെയും വിവാഹ ചിത്രം അവർ പങ്കുവച്ചത്. റിക്ക് അർച്ചനയെ വിവാഹം കഴിക്കുന്നതിന്റെ വീഡിയോയും ധന്യ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. എന്തായാലും നോക്കൂ, ഇവിടെ അർച്ചന കവി ഒരു നടിയാണ്. അതിൻ്റെതായ പ്രിവിലേജസുകളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് മാത്രമല്ല അവരുടെ കുടുംബം അവരെ ചേർത്ത് നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ വിവാഹമോചനങ്ങളും വേദനയില്ലാതെ കടന്നു പോകുന്നൊന്നുമല്ല. വിവാഹമോചനങ്ങൾ വേദനയുള്ളതാണ്. നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന ഒരു പാർട്ണറെ ഉപേക്ഷിക്കുക, അയാളുടെ ഒരു വലിയൊരു ലൈഫ് ടൈം അയാളുടെ കൂടെ ചെലവഴിച്ചെടുത്തുനിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞത് വേദനയുള്ള കാര്യമാണ്. പക്ഷേ ജീവിതം അങ്ങനെയാണ്. നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചാലും ചില ആളുകൾക്കെങ്കിലും ലൈഫിൽ റീടേക്കിന് സാധ്യതകൾ, ചാൻസുകൾ കിട്ടാറുണ്ട്. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളും വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പിൽ നിന്നാണ് സ്ത്രീകൾ പുറത്തിറങ്ങാറുള്ളത്. പുരുഷവിരുദ്ധരായി പലപ്പോഴും പോകാറുള്ളപ്പോഴും ധന്യവർമ്മയുടെ അഭിമുഖത്തിൽ തന്റെ ഭരണയെക്കുറിച്ച് അർച്ചന കവി വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണൂരിൽ എന്റെ വീടിന് നിർമ്മാണം നടക്കുകയായിരുന്നു. അവിടെ ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെടുന്നത്. പെട്ടെന്ന് കണക്റ്റായി. എങ്ങനെയായിരിക്കും ഒരുമിച്ചുള്ള ജീവിതം എന്ന് സംസാരിച്ചു. എല്ലാ ട്രോമകളും പങ്കുവെച്ചു. ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു പുരുഷൻ റിക്കാണ്. എന്നോട് വളരെ നന്നായി പെരുമാറി. മറ്റൊരാളും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി റിക്കിനെ അർച്ചന കവി അവതരിപ്പിക്കുന്നുണ്ട്. നോക്കൂ, എല്ലാ പുരുഷന്മാരും മോശമല്ല.
പുരുഷന്മാരിൽ മോശമായവരുണ്ട് എന്നതാണ്. എല്ലാ സ്ത്രീകളും മോശമല്ല, സ്ത്രീകളിൽ മോശമായവരുമുണ്ട്. വിവാഹബന്ധം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കണം. അതാണ് ആധുനിക മനുഷ്യർ ചെയ്യേണ്ടുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ അടിയോ ബഹളമോ അവിഹിതമോ ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല. രണ്ടുപേർ ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഒത്തുപോകാൻ സാധിക്കാതെ വിവാഹബന്ധം നല്ല രീതിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൈകൊടുത്ത് പിരിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായ രീതി. അത് അർച്ചന ചെയ്തിരുന്നു. പക്ഷേ അർച്ചനയ്ക്ക് ഒരു റീബർത്ത് കിട്ടുന്നത് പോലെ മികച്ചൊരു രണ്ടാമത് പങ്കാളിയെ ലഭിക്കുന്നു. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. നമസ്കാരം.